ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിലെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഡിമാൻഡ് എന്നും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ് അഥവാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ് ഫംഗ്ഷൻ? It shows the relationship between quantity demanded for a particular commodity and the factors influencing it. ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റീസിന് ക്വാണ്ടിറ്റി ഡിമാൻഡും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ വിത്ത് റെസ്പെക്ട് ടു വൺ കൺസ്യൂമർ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ ഓർ ടു ഓൾ കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഈ പറയുന്ന ഡിമാൻഡ് ഫംഗ്ഷനിൽ രണ്ട് രീതിയിലുണ്ട്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ കേസുകളിൽ വൺ കൺസ്യൂമേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ കേസിൽ ഓൾ കൺസ്യൂമേഴ്സും അവിടെ എന്താണ് ഈ ഡിമാൻഡ് ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും അഥവാ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഡി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി വൈ ടി പി എസ് യു. ഡി ഫോർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, എഫ് ഫോർ ഫംഗ്ഷൻ ഓഫ് ഡിമാൻഡ്, ദെൻ പി ഫോർ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, വൈ ഫോർ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്, ദെൻ ടി ഫോർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പി എസ് പ്രൈസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി, ദെൻ യു ഫോർ കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ എന്നുള്ള എല്ലാ ഫാക്ടേഴ്സുകളും അടങ്ങിയതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ഫാക്ടേഴ്സുകളെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനും ഡിമാൻഡ് ഫംഗ്ഷന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. When the quantity demanded of a commodity changes due to a change in its price, keeping other factors constant, it is known as change in quantity demanded. It is graphically expressed as a movement along the same demand curve. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സിൻ്റെ പ്രൈസിലെ ചേഞ്ചസ് കാരണം മറ്റ് ഫാക്ടേഴ്സുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്നതിലൂടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. അഥവാ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിലെ മാറ്റം കാരണം ഈ പറയുന്ന മറ്റ് ഫാക്ടേഴ്സുകൾ എന്താണ് അവിടെ സ്ഥിരമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം കേസുകളിൽ ഈ പറയുന്ന ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിന് അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രണ്ട് മൂവ്മെൻറ്റുകളാണെന്ന് പറയുന്നത്. ഒന്നാമത്തേത് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡും രണ്ടാമത് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡും. എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് അഥവാ എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ് റെഫേഴ്സ് ടു എ റൈസ് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. Other factors remaining constant, it leads to a downward movement along the same demand curve. It is also known as extension in demand or increase in quantity demanded. ഇവിടെ എക്സ്റ്റൻഷൻ അഥവാ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സുകളുടെ പ്രൈസിലുണ്ടായ ആ ഒരു ഡിക്രീസിങ് അഥവാ ആ ഒരു ഇടിവ് കാരണം ഈ പറയുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ അളവിൽ ഇൻക്രീസിങ് സംഭവിക്കുന്നുണ്ട് അഥവാ വർധനവ് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം കേസുകളിൽ വരുന്ന ഫാക്ടേഴ്സ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഡിമാൻഡിൽ വരുന്ന ആ ചേഞ്ചസ് കാരണം അഥവാ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിലൂടെ അതുമല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്ന കേസുകളിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഡൗൺവാർഡ് ആയിരിക്കും. മാക്സിമം അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? താഴേക്കായിരിക്കും നീങ്ങുന്നത്. അത്തരം കേസുകളെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയാം. നെക്സ്റ്റ്, കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് റെഫേഴ്സ് ടു എ ഫാൾ ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു എ റൈസ് ഇൻ ദ പ്രൈസ് ഈഫ് കമ്മോഡിറ്റി അതേഴ്സ് ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്.
it leads to an upward movement along the same demand curve. It is also known as decrease in quantity demand. ഇവിടെ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിലും ഈ പറയുന്ന കമ്മോഡിറ്റീസുകളുടെ പ്രൈസിലുണ്ടായ ഇൻക്രീസിങ് കാരണം നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഡിക്രീസിങ് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം കേസുകളിൽ വരുന്ന ഫാക്ടേഴ്സുകൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല ഈ പറയുന്ന കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ അവിടുത്തെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൗൺവാർഡിലേക്കായിരിക്കും അഥവാ മുകളിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്. അത്തരം കേസുകളെയാണ് നമ്മൾ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ ദി പ്രൈസ് ഈസ് കാൾഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് ഓൾസോ കാൾഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇവിടെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഒഴികെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സുകളിൽ വരുന്ന ചേഞ്ചസ് മൂലം ഡിമാൻഡിലെ ചേഞ്ചസിനെ ഏതെങ്കിലും ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് മൂലം ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമ്മൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നും വിളിക്കുന്നുണ്ട്. ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദി ഫാക്ടേഴ്സ് അതർ ദാൻ ദ പ്രൈസ് ഷിഫ്റ്റ് ദി entire demand curve. A change in demand will shift the demand curve either to left or to the right. ഇവിടെ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് മുഴുവൻ ഡിമാൻഡിൻ്റെ കർവിനെയും മാറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിലുണ്ടാവുന്ന ചേഞ്ചസ് മൂലം ആ ഡിമാൻഡിൻ്റെ കർവിലുണ്ടാവുന്ന എല്ലാ ഫാക്ടേഴ്സുകളെയും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഡിമാൻഡിലെ ചേഞ്ചസ് അത് ഡിമാൻഡിൻ്റെ കർവിലുണ്ടാവുന്ന റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഈ ഡിമാൻഡ് ചേഞ്ചസ് കാരണം ഡിമാൻഡ് കർവിലുണ്ടാവുന്ന മാറ്റം അത് ചിലപ്പം റൈറ്റിലോട്ടാവാം അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടാവാം. നെക്സ്റ്റ് A rightward shift in demand curve is also called increase in demand. Leftward shift in demand curve is called decrease in demand. ഈ റൈറ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും ലെഫ്റ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമ്മൾ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൈസ് ഒഴികെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് മൂലം ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് ആ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സുകളെയും അല്ലെങ്കിൽ എല്ലാ ഡിമാൻഡ് കർവിൻ്റെ ഫാക്ടേഴ്സുകളെയും ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ഡിമാൻഡ് കർവിനെ അത് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഒക്കെ കൊണ്ടുപോയേക്കാം എന്നതും കൂടി പറയുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും ലെഫ്റ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമ്മൾ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. The term elasticity means the rate of change in one variable in response to the change in another variable. ഫസ്റ്റ് ഓഫ് ഓൾ ഇലാസ്റ്റിസിറ്റി എന്ന ടേം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി എന്നാൽ മറ്റൊരു വേരിയബിളിലെ ചേഞ്ചസിന് റെസ്പോണ്ടായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിലെ ചേഞ്ചസിന് മറുപടിയായിട്ട് ഒരു അനദർ വേരിയബിൾസിനെ ചേഞ്ചസിൻ്റെ റൈറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? മറ്റൊരു വേരിയബിളിലെ ചേഞ്ചസിൻ്റെ മറുപടിയായിട്ട് ഒരു വേരിയബിളിനെ ചേഞ്ചസിൻ്റെ റൈറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു E.K. Estam, elasticity of demand is a measure of the responsiveness of quantity demanded to a change in price. ഇവിടെ E.K. Estamൻ്റെ ഡെഫിനിഷനിൽ അഥവാ അവർ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ചസിന് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ റെസ്പോൺസീവ്നെസ് ആ റെസ്പോൺസീവ്നെസ്സിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എസ്താമിൻ്റെ ഡെഫിനിഷനിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറയുന്നത്. പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസിന് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ റെസ്പോൺസീവ്നെസ് അഥവാ പ്രതികരണ ശേഷിയുടെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ ഡിഗ്രി ഓഫ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. ഇവിടെ പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് പ്രൈസിലെ മാറ്റത്തോട് അല്ലെങ്കിൽ പ്രൈസിൻ്റെ മാറ്റത്തോട് ഡിമാൻഡിൻ്റെ റെസ്പോൺസ്, ആ ഡിമാൻഡിൻ്റെ പ്രതികരണം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ അളവ് നമുക്ക് നോക്കേണ്ടത് എന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ ഇൻകം ഇലാസ്റ്റിസിറ്റി, ദെൻ തേർഡ് വൺ ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഫോർത്ത് വൺ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിലെ ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഇലാസ്റ്റിസിറ്റി ഇൻ മെഷർ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലറുമായിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റിയാണ്. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിലെ ചേഞ്ചസ് വരുത്താനുള്ള ഡിമാൻഡിൻ്റെ പ്രതികരണങ്ങളെയാണ് ഇത് മെയിനായിട്ട് മെഷർ ചെയ്യുന്നത്. ദെൻ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഥവാ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ദർ ആർ ദ 5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയേഴ്സിൽ 10 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആൻസർ ആണ് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. When a small changes in price leads to a great changes in demand, it is known as perfectly elastic demand. Even when the price remains the same, the demand goes on changing. In this case, the elasticity is infinite. ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൈസിലെ ഒരു ചെറിയ ചേഞ്ചസ് അത് ഡിമാൻഡിലെ ഏറ്റവും വലിയ ചേഞ്ചസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ പ്രൈസ് അതേപടി നിലനിൽക്കുമ്പോഴും ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും അഥവാ 0 ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. When a demand of a commodity does not changes, whatever the changes in price, it is called perfectly inelastic demand. In this case, a great changes in the price leads to no changes in the demand. The elasticity is 0. ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റീൻ്റെ ആവശ്യം അഥവാ അവരുടെ ഡിമാൻഡ്, ആ ഡിമാൻഡ് മാറാത്തപ്പോൾ അഥവാ ചേഞ്ച് ചെയ്യാത്തപ്പോൾ പ്രൈസിലെ ചേഞ്ചസ് തികച്ചും മാറ്റാനും സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് ചേഞ്ചസ് ചെയ്യാത്തപ്പോൾ പ്രൈസിലുണ്ടാവുന്ന മാറ്റം അത് ഏത് രീതിയിലാണെങ്കിലും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഥവാ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് ഡിമാൻഡിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. അഥവാ ഇവിടെ എന്താണ്, ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ എന്താണ്, പ്രൈസിൽ ഒരു ചെറിയ തരത്തിലുള്ള ചേഞ്ചസ് ഡിമാൻഡിലെ വലിയ ചേഞ്ചസിലേക്ക് നയിക്കുമ്പോഴാണ് അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുണ്ടാകുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഒരു കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് മാറാത്തപ്പോൾ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എന്ത് തന്നെ ആയാലും അതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. When a given percentage changes in price causes an equal proportionate changes in demand, it is called unit elastic demand. ഇവിടെ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രപ്പോർഷൻ അഥവാ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രപ്പോർഷൻസ്
പ്രപ്പോർഷൻസിൻ്റെ പ്രൈസിലെ ചേഞ്ചസ് ഡിമാൻഡിലെ പ്രപ്പോർഷനായിട്ട് അഥവാ ഡിമാൻഡിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് വരുന്ന മാറ്റത്തിന് കാരണമാകുമ്പോഴാണ് അതിനെ നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൻറ്റേജ് അഥവാ ഒരു സ്പെസിഫിക് ശതമാനം പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഡിമാൻഡിൻ്റെ പ്രപ്പോർഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ കാരണമാകുമ്പോൾ അതിനെയാണ് നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടിയും പറയാം, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം പ്രൈസിലെ ചേഞ്ചസ് ഡിമാൻഡിലെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ചസിന് കാരണമാകുമ്പോൾ ആണ് അവിടെ ഉണ്ടാകുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. When changes in price result in a more than proportionate changes in quantity demand, it is called relatively elastic demand. ഇവിടെ പറയുന്നത് പ്രൈസിലെ ചേഞ്ചസ് നമ്മൾ ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റീസിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ചസിന് കാരണമാകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു സ്പെസിഫിക് പേഴ്സൻറ്റേജിൻ്റെ പ്രൈസിലെ മാറ്റം ഡിമാൻഡിന് പ്രപ്പോർഷനേറ്റ് ആയ ചേഞ്ചസിന് കാരണമാകുമ്പോഴാണ് അവിടെ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുന്നത്. നേരെ മറിച്ച് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, പ്രൈസിൽ വരുന്ന മാറ്റം അഥവാ ചേഞ്ചസ് ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റീസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ചസിന് കാരണമാകുമ്പോൾ അവിടെ വരുന്നതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ലെസ് ദാൻ ദ പ്രപ്പോർഷൻസ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഇറ്റ് ഈസ് കാൾഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഡിമാൻഡ് ക്വാണ്ടിറ്റീസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ചസിനേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയ രീതിയിൽ ചേഞ്ചസ് വരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും, ദെൻ ഈ പറയുന്ന ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള മാറ്റത്തേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി അല്ല റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്.